തിരുവല്ലയിലെ ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിലെ കൊടിമരത്തിന് കേടുപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അതിൻ്റെ പറകൾ അഴിച്ച് സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി. അന്ന് കൃത്യമായി അതിൻ്റെ രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് 5.5 കിലോ സ്വർണം ആ കൊടിമരത്തിൽ ധ്വജസ്തംഭത്തിലുണ്ട്. അവസാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വിലയിരുത്തിയത് ഈ പറകളിൽ നിന്നും സ്വർണം നീക്കി അതിനെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ 1 കിലോയുടെ നഷ്ടം സംഭവിക്കും. അങ്ങനെ 4.5 കിലോ സ്വർണം വരും. അതിൽ 1 കിലോ മുതൽ 1.5 കിലോ വരെ മതി ഇതിൽ സ്വർണം പൂശാൻ. ബാക്കി 3 കിലോ അഥവാ 3.5 കിലോ സ്വർണം ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. അപ്പം നാം ഇതിനകത്തൊക്കെ എന്ത് മാനദണ്ഡമാണ് ഇതിനുപയോഗിക്കുന്നത്? ഈ 1 കിലോയുടെ ലോസ് ഇൻ വെയിറ്റ്, ഭാരനഷ്ടം ഉണ്ടാവുമെന്ന് ഇവരാരെയാണ് പഠിപ്പിക്കുന്നത്? ഇതിനകത്ത് നോർമൽ വേസ്റ്റേജ് എത്രയാണ്? ആധികാരികമായി എന്തെങ്കിലും രേഖകൾ ഇവർക്ക് പൊതുജന സമക്ഷം സമർപ്പിക്കാനായിട്ടുണ്ടോ? അബ്നോർമൽ വേസ്റ്റേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അപ്പം ഇതെല്ലാം തന്നെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആസൂത്രിതമായ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ്. അവിടെ ഭക്തജനങ്ങൾ ഇതിനെതിരെ പരാതിയുമായിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കോടതിയെയും സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ സ്വർണ്ണ തട്ടിപ്പ് തിരുവല്ല മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടക്കാതിരുന്നത്.